മന്തി കഴിക്കാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ആൾക്കാരുടെ പേരും എണ്ണവുമാണ് എഴുതിയിട്ടുള്ളത്. ഇത്രയും ആൾക്കാർ അവരുടെ ടോക്കന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. യാദൃശ്യമായി എടപ്പള്ളി വഴി ഓട്ടോയിൽ പോകുമ്പോൾ വലിയൊരു ബ്ലോക്ക് വന്ന് അപ്പോൾ നമ്മുടെ ഓട്ടോ ചേട്ടൻ പറഞ്ഞതാണ് ഇവിടെ ഒരു കുഴിമന്തി കട വന്നിട്ടുണ്ട്, അതിനുശേഷമാണ് ഇത്രയും ബ്ലോക്ക് തുടങ്ങിയത്. അത്രക്ക് ഉണ്ടോ എന്നുള്ളത് നമ്മളൊന്ന് കഴിച്ചു നോക്കണ്ടേ. അങ്ങനെ അവിടത്തേക്ക് കാര്യം ഉച്ചക്ക് 3 മണിക്കുള്ള തിരക്കാണ് നിങ്ങൾ കാണുന്നത്. അവരുടെ മട്ടൻ മന്തിയും ചിക്കനിലും ഫസലൂഫും ഡൈനാമിക്കുമാണ് നമ്മൾ ട്രൈ ചെയ്തത്. ആ മട്ടൻ്റെ എല്ലാം സോഫ്റ്റ്നെസ് ഉണ്ട്, നമ്മൾ തൊടുമ്പോഴേക്കും കൈമിലേക്കും പോകും. ആ റൈസിലേക്ക് തക്കാളി ചട്നി ഒഴിച്ച് മട്ടൻ്റെ ഒരു പീസ് എടുത്ത് കുഴച്ചൊന്ന് കഴിച്ചു നോക്കുക. മട്ടന്റെ സോഫ്റ്റ്നെസ് മാത്രമല്ല കേട്ടോ, അതിന് ടേസ്റ്റും അടിപൊളിയാണ്. അവരൊരു സ്പെഷ്യൽ മസാല ചേർത്തിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. അതിനുശേഷം കഴിച്ചത് കുബാബയുടെ മാത്രം സ്പെഷ്യൽ ആയിട്ടുള്ള ഫസലൂഫ് മന്തിയാണ്. ഈ ചിക്കനിലേക്ക് ചേർക്കുന്ന മസാല എന്തൊക്കെയാണെന്ന് അറിയണ്ടേ? ഓറഞ്ച്, ബട്ടർ, പീനട്ട്, കാഷ്യൂ, മിൽക്ക് എന്നിവ ചേർത്തിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. ഒരു 1.5 ഐറ്റം തന്നെ കേട്ടോ, മസ്റ്റ് ട്രൈ. അതിനുശേഷം ഡൈനാമിക് മന്തിയാണ് കഴിച്ചത്. ചിക്കനിൽ അവരുടെ സ്പൈസി മസാല വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്, അതും അടിപൊളിയായിരുന്നു. ഇവരുടെ ഈ കാണുന്ന ഈ അച്ചാറിന്റെ ടേസ്റ്റും വളരെ ഡിഫറെന്റ് ആട്ടോ, അടിപൊളിയായിരുന്നു. വെള്ളം കുടിക്കുന്ന ഗ്ലാസ്സിൽ പോലും അവരുടേതായിട്ടുള്ള സിഗ്നേച്ചർ ഉണ്ട്. അവിടുത്തെ ഒരു ആംബിയൻസ് ഒക്കെ എടുത്തു പറയേണ്ടതാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അവിടുത്തെ മട്ടൻ മന്തിയാണ്. അതിനുശേഷം ഫസലൂഫ്. ആ മന്തി റൈസിന്റെ ഫ്ലേവർ എല്ലാം അടിപൊളി തന്നെ കേട്ടോ. കുബാബ മന്തിന്റെ ലൊക്കേഷൻ വരുന്നത് എറണാകുളം എടപ്പള്ളിയിലാണ്.